നിങ്ങളൊരു ഫോൺ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു ബഡ്ജറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ ബ്രാൻഡിൻ്റെ ഒരു 10-150 ഫോൺസെങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 20,000 to 30,000 റേഞ്ചുള്ള ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. നോക്കുമ്പോൾ ഇപ്പോൾ ഷവോമി, റിയൽമി, ഐക്യു, വൺ പ്ലസ് ഏകദേശം എല്ലാ ബ്രാൻഡിൻ്റെയും ഫോൺസ് എല്ലാ പ്രൈസ് സെഗ്മെൻറ്റിലും അവൈലബിൾ ആണ്. ആൻഡ് ഇനി നിങ്ങൾ 2 ഫോൺസ് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ 2 ഫോണിൽ നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ ചിലപ്പോൾ LCD ഡിസ്പ്ലേ ആയിരിക്കും, മറ്റേതിൽ AMOLED ഡിസ്പ്ലേ ആയിരിക്കും. ഇനി അതും നിങ്ങൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ മച്ച് ബെറ്റർ ക്യാമറ സെൻസർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ NFC അങ്ങനത്തെ അഡീഷണൽ ഫീച്ചേഴ്സ് വേറൊരു ഫോണിലുണ്ടാകും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ റിവ്യൂ വീഡിയോസ് കാണും. അവർ കുറേ കാര്യങ്ങൾ പറയും. നിങ്ങൾ ആ ഫോണിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ടെക്നിക്കൽ ജാർഗൺസും കേൾക്കാൻ പറ്റും. ലൈക്ക് ഇതാണ് പ്രൊസസ്സർ, ഇത്രയും റാം ഉണ്ട്, UFSൻ്റെ ഇത്രയുള്ള സ്റ്റോറേജ് ആണ്, അങ്ങനെ കുറേ അധികം ടെക്നിക്കൽ ജാർഗൺസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു ഐഡിയ കിട്ടാറില്ല എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ മീൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ സ്പെക് ലിസ്റ്റ് വായിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പെക് ലിസ്റ്റിൻ്റെ അകത്തൊക്കെ കാണുന്ന ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ ഇതൊരു സ്മാർട്ട് ഫോൺ ബൈയിങ് ഗൈഡാണ്. അപ്പം തൊട്ട് സമയം വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഫോണിലേക്ക് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് സ്റ്റെയർ ചെയ്യുന്ന ആ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ 8 മണിക്കൂർ 6 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും 6 മണിക്കൂർ നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ക്രിട്ടിക്കൽ എലമെൻ്റ് ആണ് നമ്മളൊരു ഫോൺ സെലക്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഡിസ്പ്ലേസ് നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ് ആണ് വരാറുള്ളത്. ഒരെണ്ണം LCD ആൻഡ് അനദർ വൺ ഈസ് AMOLED. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LCDൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ LCD ഈ ഡിസ്പ്ലേ പാനലിൻ്റെ അണ്ടർനീത്ത് ആയിട്ട് ഒരു ബാക്ക് ലൈറ്റ് പാനലും കൂടി ഉണ്ടാവും. അത് LCDക്ക് ഇറ്റ്സ് ഓൺ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന കോണ്ടന്റ് ഒക്കെ വിസിബിൾ ആവാൻ വേണ്ടി ഈ LCD പാനലിൻ്റെ അടിയിൽ ഒരു ബാക്ക് ലൈറ്റ് പാനൽ എപ്പോഴും കത്തി കിടക്കുന്ന ഒരു ബാക്ക് ലൈറ്റ് പാനൽ ഉണ്ടാവും. അങ്ങനെയാണ് ബേസിക്കലി ഒരു LCD ടെക് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ AMOLED അല്ലെങ്കിൽ OLED സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ AMOLED അകത്തുള്ള ഇൻഡിവിജ്വൽ പിക്സൽസിന് ലൈറ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ പിക്സലിന് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ടേൺ ഓഫ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സിനിമ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സീൻ വരുന്ന എന്തെങ്കിലും സാധനമുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂവീൻ്റെ ടോപ്പിലും ബോട്ടത്തിലായിട്ട് 2 സൈഡിൽ ഒരു ബ്ലാക്ക് ബാർസ് കാണാൻ പറ്റില്ലേ? ആ ബ്ലാക്ക് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാർ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ഈ AMOLED ഡിസ്പ്ലേൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് ബാർസ് ഒക്കെ വരുന്ന സ്ഥലത്ത് ഈ പിക്സൽസ് ഡയറക്റ്റ്ലി അവർക്ക് ടേൺ ഓഫ് ചെയ്തിടാൻ പറ്റും. ആൻഡ് അടിയിൽ ബാക്ക് ലൈറ്റ് പാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പഞ്ചി കളേഴ്സൊക്കെ ഈ ഒരു AMOLED ഇതിൽ കിട്ടും. അതായത് ഈ കളേഴ്സിൻ്റെ ഡെപ്തും ആക്യുറസിയും ഒക്കെ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾ 20-25K റേഞ്ച് അബവ് ഉള്ള ഫോണൊക്കെയാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്പർ 1 പ്രയോറിറ്റി ആയി വെക്കുക. ഇനി LCD ഡിസ്പ്ലേ മോശമാണെന്നല്ല, പക്ഷേ ഇപ്പോൾ ഒരു ഫുൾ HD റെസൊല്യൂഷനുള്ളൊരു LCD ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം നല്ലതൊക്കെ തന്നെയാണ്. ബട്ട് കളർ റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിലേക്കാണ് വരുമ്പോഴാണ് കുറച്ച് ഡിഫറൻസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇനി ഡിസ്പ്ലേ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ റീഫ്രഷ് റേറ്റ് ബേസിക്കലി മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ സ്ക്രീൻ എത്ര വട്ടം ഒരു സെക്കൻഡിൽ റീഫ്രഷ് ആവും എന്നുള്ളതാണ്. നമ്മൾ ഈ FPS ഒക്കെ പറയുന്ന പോലെ. അപ്പോൾ ബേസിക്കലി റീഫ്രഷ് റേറ്റ് കൂടുന്തോറും അത്രയും സ്മൂത്ത് ആയിരിക്കും നമ്മളുടെ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നേരത്തൊക്കെ ഒരു ജിറ്ററിങ് കൈൻഡ് ഓഫ് ഫീലൊന്നും ഉണ്ടാവത്തില്ല. നമ്മളിപ്പോൾ ഒരു 60 ഹെർട്സിൻ്റെ ഒരു നോർമൽ ഫോണും ഒരു 120 ഹെർട്സിൻ്റെ ഒരു ഫോണും നമ്മൾ സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് 2 സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്തുകൊണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സിൻ്റെ ഒരു റീഫ്രഷ് റേറ്റ് എന്തായാലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. 60 ഹെർട്സിൻ്റെ കാര്യത്തെ പറ്റി ആലോചിക്കാൻ പോലും വേണ്ട. ഈ 90 ഹെർട്സും 120 ഹെർട്സ് ഒക്കെ റീഫ്രഷ് റേറ്റ് ഉള്ള ഫോൺ നമ്മൾ ജനറലി യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഗെയിം കളിക്കുമ്പോഴാണെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻസ് സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ബട്ടറി സ്മൂത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്തായാലും നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് 90 ബെറ്റർ യെറ്റ് 120 എങ്കിലും നോക്കുക എന്തായാലും. റീഫ്രഷ് റേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഒരു ഹാർഷ് ഡേ സൺലൈറ്റ് സിറ്റുവേഷനിലൊക്കെ പുറത്ത് കൂടി നമ്മളിപ്പോൾ ഔട്ട്ഡോർസ് ഫോൺ യൂസ് ചെയ്യാൻ നേരത്തെ നമ്മളുടെ ചില സമയത്തൊക്കെ ചില ഫോൺസിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ലെവൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് കാണാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1500 നിറ്റ്സിൻ്റെ എങ്കിലും ബ്രൈറ്റ്നസ് ഉള്ള ഫോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വെയിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ കാര്യങ്ങളൊന്നും കാണാൻ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. ഇനി ഡിസ്പ്ലേ സൈഡ് ഓഫ് തിങ്സിൽ തന്നെ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ HDR സപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ 10 ബിറ്റ് കളേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്തൊക്കെ HDR കണ്ടന്റ് ഒക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് കോണ്ടന്റ് കൺസപ്ഷൻ മൾട്ടിമീഡിയ കോണ്ടന്റ് കൺസപ്ഷൻ നിങ്ങളുടെ ഫോൺ ഭയങ്കര അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ HDR10 സപ്പോർട്ടും അതേപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ ഓവറോൾ നിങ്ങൾ ആ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ സിനിമ കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യൂ എക്സ്പീരിയൻസ് ഒക്കെ മച്ച് ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇങ്ങനത്തെ ഓരോ ടെക്കൊക്കെ ഫോൺ ടു ഫോണൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും. ആൻഡ് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ആസ് ഓഫ് നൗ മാർക്കറ്റിലുള്ളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേസ് ഉള്ള ഫോൺ നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S24 Ultra ഉണ്ട്, iPhone
15 Pro Max ഉണ്ട്, പിന്നെ OnePlus 12 ഉണ്ട്, Pixel 8 Pro ഉണ്ട്. ആൻഡ് ഒരു മീഡിയം സെഗ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S23 FE, iQOO Neo 7 Pro, Moto Edge 40, S22 ഇതൊക്കെയാണ് ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുക. നെക്സ്റ്റ് ഇനി ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ പെർഫോമൻസ് മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഒന്ന് പ്രൊസസ്സർ, പിന്നെ റാം, പിന്നെ സ്റ്റോറേജ്, പിന്നെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് 4 കാര്യങ്ങളാണ് നമ്മുടെ ഫോണിന് മെയിനായിട്ട് പെർഫോമൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓൺ ചിപ്പ് അല്ലെങ്കിൽ പ്രോസസ്സറാണ്. അപ്പോൾ ഈ പ്രോസസ്സറാണ് മെയിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഒരു പവർ ഹൗസ് എന്ന് പറയുന്നത്. എന്തൊരു ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഫോൺ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രോസസ്സറാണ് ബേസിക്കലി ആ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രോസസ്സറിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ മിഡ് റേഞ്ച്, ബഡ്ജറ്റ് റേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം കാറ്റഗറിയിലൊക്കെ പോവുകയാണ്. സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ iPhone 15 Pro Max ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ A17 Pro എന്ന് പറഞ്ഞൊരു ചിപ്പാണ് വരുന്നത്. ഇനി സാംസങ് ഗാലക്സി S24 Ultraയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 പ്രോസസ്സറാണ് വരുന്നത്. ആൻഡ് അതുപോലെ ഇനി മിഡ് റേഞ്ചിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8+ Gen 1 ചിപ്പ് വരുന്ന കുറേ ഫോൺസ് ഉണ്ട്. അതേപോലെ തന്നെ Dimensity 8300+ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 888 സീരീസിലോ വരുന്ന പ്രോസസ്സേഴ്സ് ഒക്കെ ഒരു മിഡ് റേഞ്ച് കാറ്റഗറിയിൽ കാണാൻ പറ്റും. ഇനി ഏറ്റവും ലോ എൻഡിലേക്ക് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 4 സീരീസ്, അതേപോലെ തന്നെ Dimensityൻ്റെ 1050, അതേപോലെ തന്നെ A12 Bionic, അതായത് ആപ്പിളിൻ്റെ പഴയ ചിപ്പ്, ഇതൊക്കെയാണ് ലോ ആൻഡ് കാറ്റഗറിയിലേക്ക് വരുന്നത്. ആൻഡ് ജസ്റ്റ് ബിക്കോസ് ഒരു ഫോണിൻ്റെ അതൊരു ഹൈ ആൻഡ് പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് ആ ഫോണിൻ്റെ പെർഫോമൻസ് ഭയങ്കര കൂടണം എന്നൊന്നുമില്ല. നമ്മളുടെ ഈ റാമും അതുപോലെ സ്റ്റോറേജും പിന്നെ എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആ ഫോണിൽ യൂസ് ചെയ്ത് നിൽക്കുന്ന ഓരോരോ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ് ഈ ഒരു പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റാമാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 GB റാമെങ്കിലും വേണം ഒരു ഫോണിൻ്റെ അത് അത്യാവശ്യം നല്ല രീതിയിൽ മൾട്ടി ടാസ്ക് ചെയ്യാനും ഗെയിം കളിക്കാനും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു 6 GB റാമെങ്കിലും വേണം. 4 GB ആണെങ്കിൽ ഓക്കെ, ബട്ട് എവിടെയൊക്കെ ബോട്ടിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. 6 GB ആണ് റെക്കമെൻഡഡ്. ഒരു 8 GB ഒക്കെ ഉണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ് ആണ്. നിങ്ങളുടെ ഡെയിലി ഡേ ടു ഡേ ആപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു റാമിൻ്റെ കുറവ് കൊണ്ടുള്ള രീതിയിലുള്ള മൾട്ടി ടാസ്ക് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു 8 GB ഒക്കെ ഉണ്ടെങ്കിൽ വരത്തില്ല. ഇനി നിങ്ങളൊരു പവർ യൂസറാണ്, ഹെവി യൂസറാണ്, നിങ്ങൾ കുറേ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു പവർ യൂസറാണെങ്കിൽ നിങ്ങൾക്ക് 12 or 16 GB റാമിൻ്റെ ഒക്കെ ഫോൺസ് എടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ്. അപ്പോൾ ഈ ഒരു കാലത്ത് സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാ ക്യാമറേൻ്റെ അകത്ത്, എല്ലാ ഫോൺസിലുള്ള ക്യാമറേൻ്റെ അകത്ത് 4K റെക്കോർഡിങ്ങും അടിപൊളി ഫോട്ടോസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു 4K വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ സൈസ് എങ്ങനെ പോയാലും 3-4 GB ഒക്കെ ഉണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി പോകും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 128 GB എങ്കിലും ബേസ് സ്റ്റോറേജ് ഉള്ളൊരു ഫോൺ തന്നെ നിങ്ങൾ എടുക്കണം. ആൻഡ് 256 GB ഒക്കെ ആണെങ്കിൽ മച്ച് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ സ്റ്റോറേജിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടെക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ UFS 3.1, 4.0 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ നിങ്ങൾ എടുക്കുകയാണ് 256 GB മേളിലാണ് കപ്പാസിറ്റി എങ്കിൽ UFS 4.0 ഒരു സ്പീഡുള്ള ആ ഒരു ടെക്കിൻ്റെ അകത്തുള്ളൊരു സ്റ്റോറേജുള്ള ഫോൺ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി 10 താഴെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് UFS 3.1 എങ്കിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കോമൺ മിസ്കൺസെപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോണിൽ 48 MB ഒരു ക്യാമറ ഉണ്ട്, വേറൊരു ഫോണിൽ ഒരു 108 MB ക്യാമറ ഉണ്ടെങ്കിൽ ആ ഒരു 108 MB ക്യാമറയുള്ള ഫോണായിരിക്കും ബെറ്റർ ഒരു ഇമേജസ് ക്ലിക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അത് ആക്ച്വലി ഒരു മിത്താണ്. അങ്ങനെയല്ല ആക്ച്വലി ഈ ക്യാമറേൻ്റെ സംഭവം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ മെഗാ പിക്സലിൻ്റെ അത് നമ്മൾ ഈ 50, 108 എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് അതിൻ്റെ റെസൊല്യൂഷൻ മാത്രമാണ്. അത്രത്തോളം ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നേ ഉള്ളൂ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ഫോട്ടോ എത്രത്തോളം ബെറ്റർ ആണ്, ഏതാണ് ഏറ്റവും ക്വാളിറ്റി ഫോട്ടോസ് അത് തീരുമാനിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫോണിലുള്ള ISP, അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഇമേജ് പ്രോസസ്സിംഗ് ആൽഗോരിതം, പിന്നെ ഫോൺ ബ്രാൻഡ്, അങ്ങനെ കുറച്ചധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഒരു സ്പെക് ഷീറ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഫോണിന് 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ട്, വേറൊരു ഫോണിന് 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല ഈ 108 മെഗാ പിക്സൽ ക്യാമറയുള്ള ഫോണായിരിക്കും ബെറ്റർ എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 108 മെഗാ പിക്സൽ ക്യാമറയായിട്ട് വന്നിട്ടുള്ള കുറേ ഫോൺസിനെക്കാട്ടും മച്ച് ബെറ്റർ ഫോട്ടോയാണ് നമ്മുടെ 48 MB മെഗാ പിക്സലുമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ iPhone 15 Pro Maxൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോണിൻ്റെ IMX803 സെൻസറാണ്. ആൻഡ് ഈ ഒരു സെയിം സെൻസർ വേറൊരു ഫോണിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിൽ കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി ആ മറ്റേ ഫോണിൽ നിന്ന് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ സെൻസർ ക്യാപ്ചർ ചെയ്യുന്ന ഡീറ്റെയിൽസും, അതായത് ആ പെർട്ടിക്കുലർ ഡാറ്റ എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്ത് ഫൈനൽ ഇമേജ് ഔട്ട്പുട്ട് ആക്കി എടുക്കുന്നു എന്നുള്ളതിലാണ് മേജർ കാര്യം വരുന്നത്. അപ്പോൾ ഒരു ഫോൺ എത്ര മെഗാ പിക്സൽ ക്യാമറയാണ് എന്ന് വിചാരിച്ച് ആ ഒരു ക്രൈറ്റീരിയ നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഫോൺ സെലക്ട് ചെയ്യരുത്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്പെക് ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ
ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കയറി ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുക. ആൻഡ് സെക്കൻഡ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎഡിറ്റഡ് ആയിട്ടുള്ള ക്യാമറ സാമ്പിൾസ് നമുക്ക് കുറേ വെബ്സൈറ്റിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഭയങ്കര സബ്ജക്റ്റീവായ ടേമാണ്. പിന്നെ അതിൻ്റെ കളർ റീപ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് സബ്ജക്റ്റീവ് ആയിരിക്കും. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് കളേഴ്സ് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് ഒരു നാച്ചുറൽ കളേഴ്സ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ കുറേ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് ഏതാണ് ബെസ്റ്റ് ഒരു ക്യാമറ ഫോൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഡെഫിനറ്റീവായ ആൻസർ ഇല്ല. ഫോർ എക്സാമ്പിൾ വീഡിയോ സൈഡിലെ തിങ്സിലേക്ക് വരികയാണെങ്കിൽ ഐഫോൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു കറണ്ട് സെറ്റിംഗിൽ ഏകദേശം ഒരു അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബെസ്റ്റ് വീഡിയോ തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ 15 Pro Max ഒക്കെയാണ്. അതേസമയം ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഫോൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ Pixel 8 Pro ആണ്. ആൻഡ് ഇനിയിപ്പോൾ അത് ഇപ്പോൾ നൈറ്റ് കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു Pixel 8 Pro അത്ര അടിപൊളിയല്ല. അപ്പോൾ S24 Ultra ആണ് ബെസ്റ്റ് ഡേ ടൈം ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഡിസ്റ്റിങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിംഗിൾ ഫോൺ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കുറേ ഡിഫറെൻറ്റ് മൂഡും അതേപോലെ തന്നെ വേരിയിങ് ലൈറ്റിംഗ് കണ്ടീഷനും ഏത് സമയത്താണ് ഫോട്ടോ എടുക്കുന്നത് അങ്ങനത്തെ കുറേ അധികം ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ സെൻസറും ഫോട്ടോ അവരുടെ ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോസസ്സിങ് അൽഗോരിതം കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ഈ എൻറ്റയർ ക്യാമറ തിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്ജക്റ്റീവായ ടൈമാണ്. ആൻഡ് അതിൽ ഡിഫറൻസും ഉണ്ടാവാം. അപ്പോൾ ക്യാമറ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 റിവ്യൂസും കാണും. അതേപോലെ തന്നെ നമ്മളുടെ സാമ്പിൾസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മാത്രം ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഈ നെക്സ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അപ്പോൾ മെയിൻലി 2 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ ഫോൺസിൽ വരാറുള്ളത്. ഒന്ന് ആപ്പിൾ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുമ്പോൾ iOSഉം ഇനി ആൻഡ്രോയിഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ അധികം കസ്റ്റം സ്കിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സാംസങ്ങിൽ നോക്കുകയാണെങ്കിൽ One UI ഉണ്ട്. അതേപോലെ തന്നെ OnePlusൽ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ OS ഉണ്ട്. നത്തിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നത്തിങ് OS ഉണ്ട്. അങ്ങനെ കുറേ ബ്രാൻഡ്സിനനുസരിച്ച് ആ ഒരു കസ്റ്റം സ്കിന്ന് ഭയങ്കര അധികമായിട്ട് ഡിഫർ ചെയ്യും. ആൻഡ് ഇനി ഒരു UI സൈഡ് ഓഫ് തിങ്സിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രിഫറൻസസും കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം സബ്ജക്റ്റീവാണ്. ആൻഡ് ഓരോ ആൾക്കാർക്ക് ഓരോരോ ലുക്കും ഫീലൊക്കെ ആയിരിക്കും ഇഷ്ടം. ഫോർ എക്സാമ്പിൾ ഒരു മിനിമലിസ്റ്റിക് ലുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ OS. അതേപോലെ തന്നെ ഒരു ഇനിയിപ്പോൾ ഒരാൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിക്സലിൻ്റെ ആ ഒരു OS ആയിരിക്കും ഇഷ്ടം. ഇനിയിപ്പോൾ ഒരു സിമ്പിൾ ലുക്കും വേണം, കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ One UI ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഈ ഒരു UI ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു OSൻ്റെ ഏകദേശം ഒരു ധാരണ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് UIയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയാണെങ്കിൽ നമ്മൾ ഓവർലുക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ആണ്. അപ്പോൾ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. നിങ്ങളൊരു ഫോൺ വാങ്ങുന്നവർ അടുത്തൊരു 3-4 വർഷത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 3 to 4 years എങ്കിലും ആ ഒരു ഫോണിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊക്കെ ഫോൺ നോക്കുകയാണെങ്കിൽ 4 to 5 years ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടാറുണ്ട്. ആൻഡ് ഇനി മിഡ് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ 2 to 3 years ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കമ്പനി പ്രോമിസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ച് അല്ലെങ്കിൽ എൻട്രി ലെവൽ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 to 2 years എങ്കിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പാച്ചസും അപ്ഡേറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഫോൺസ് മാത്രം സെലക്ട് ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. അപ്പോൾ ഈ 2024 നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5000 mAh എങ്കിലും ബാറ്ററി കപ്പാസിറ്റി ഉള്ള രീതിയിലുള്ള ഫോൺസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു 5000 mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻറ്റയർ ഡേ ഒറ്റ ചാർജിങ്, ഇപ്പോൾ നിങ്ങളൊരു മോർണിംഗ് ഫുൾ ചാർജാക്കി ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഒക്കെ ഒരു മോഡറേറ്റ് ഒരു 6, 8, 10 hours ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ വീട്ടിൽ വരുമ്പോഴും ആ ഒരു അത്യാവശ്യം ഒരു ചാർജ്, അതായത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു 5000 mAh ബാറ്ററി എന്ന് പറയുന്നത്. ആൻഡ് ഒരു 5000 mAh ബാറ്ററി ഉള്ളൊരു ഫോൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ ഒരു ഫോൺ ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഈ OS എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്, ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സറിൻ്റെ ആ ഒരു ഫാബ്രിക്കേഷൻ ടെക്നോളജി എങ്ങനെയാണ്, എത്രത്തോളം പവർ എഫിഷ്യൻ്റ് ആണ്, അങ്ങനത്തെ പറഞ്ഞാൽ കുറച്ചധികം ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ബ്രോഡ് സ്കെയിൽ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5000 mAhൻ്റെ ബാറ്ററി എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങുന്ന ഫോണിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ കുറേ ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊക്കെയുള്ള ഫോണിലേക്ക് പോകുകയാണെങ്കിൽ 6000 mAhും ഗെയിമിംഗ് ഫോൺസിലൊക്കെ 7000 mAh വരെയുള്ള ബാറ്ററിയുള്ള ഫോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഹൈ ബാറ്ററി കപ്പാസിറ്റി ഉണ്ടോ അത്രത്തോളം ഹൈ ആയിട്ട് നമുക്ക് അത്ര യൂസേജ് ടൈം കിട്ടും ഒരു സിംഗിൾ ചാർജിൻ്റെ അകത്ത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജിങ് സ്പീഡാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ റിയൽമി ഷവോമി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 120 watts വരെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 25 watt ചാർജിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് 25 watt ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour 1.5 hours നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് എടുക്കാൻ പറ്റും. ആൻഡ് മോസ്റ്റ് മിഡ് റേഞ്ച് ഇപ്പോൾ നിങ്ങളൊരു ഷവോമി, OnePlus അല്ലെങ്കിൽ ഒരു റിയൽമി ഒരു ഫോൺസൊക്കെ എടുക്കുന്നതിൻ്റെ മിഡ് റേഞ്ച് കാറ്റഗറിയിൽ വരികയാണെങ്കിൽ ഒരു 45 watt 67 watt 65 watt ഒക്കെ ചാർജിങ് സ്പീഡ്സ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതൊരു സബ്ജക്റ്റീവ് ടേംസ് ആണ്. ഈ ചാർജിങ്ങിൻ്റെ നിങ്ങൾക്ക് ടൈം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇപ്പോൾ ഐഫോൺസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർജിങ് സ്പീഡ് എന്ന് വെച്ചാൽ ഭയങ്കരധികം കുറവാണ്. ആൻഡ് ഈ ചാർജിങ് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഈ ബാറ്ററിയിൽ വരുന്ന ഒരു ബാറ്ററിൻ്റെ ലൈഫിന് അത് ഭയങ്കര അഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതും ഒരു സബ്ജക്റ്റീവ് ടേം ആണ്. നിങ്ങൾക്ക് ചാർജിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ചാർജിങ് സ്പീഡ് ഭയങ്കരധികം ഫാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രിഫറൻസ് ലൈക്ക് 65 watt 100 watt 120 watt അല്ലെങ്കിൽ 80 watt ഒക്കെ ഉള്ള ചാർജിങ് സ്പീഡുള്ള ഫോൺസ് സെലക്ട് ചെയ്യാം. ഇനി ചാർജിങ് അത് നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്പെക്സ് കമ്പയർ ചെയ്തിട്ട് ആ
ആ രീതിക്കുള്ള ഫോൺ എടുക്കാം. ഈ നെക്സ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് അതിൻ്റെ ഡ്യൂറബിലിറ്റി ആണ്. അപ്പോൾ ഫോൺ ടു ഫോൺ നോക്കുകയാണെങ്കിൽ എല്ലാ ഫോൺസും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബിൽഡിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ചില ഫോൺസിൻ്റെ ഫ്രെയിം അലൂമിനിയം ആയിരിക്കും, ചിലത് ടൈറ്റാനിയം ആയിരിക്കും, ചിലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. അങ്ങനെ കുറേയധികം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഈ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ചിലത് ഗ്ലാസ് ആയിരിക്കും, ചിലത് പ്ലാസ്റ്റിക് ബാക്ക് ആയിരിക്കും. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ചിലത് ഈ ഗുറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ്റെ തന്നെ കുറേ ഡിഫറെൻറ്റ് സ്കെയിലും ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ചിലതിൽ IP68 വാട്ടർ റെസിസ്റ്റൻറ്റ്, ഡസ്റ്റ് റെസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആൻഡ് ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ ഒരു സ്പെക് ലിസ്റ്റിൽ കൂടെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഫോണ് ഏതൊക്കെ മെറ്റീരിയൽസ് യൂസാണ് ബിൽഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ആൻഡ് ഇനി അതിന് തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫോൺ ഫൈനലൈസ് ചെയ്തു, അതിന് ഗ്ലാസ് ബാക്ക് ആണുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ ഗുറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ബാക്കിൽ ഒരു നോർമൽ ഗ്ലാസ് ആണെങ്കിൽ ഒരു വട്ടം ഫോൺ താഴേക്ക് വീഴുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ്സൊക്കെ ഷാറ്റർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുറകിലും ഗുറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ജസ്റ്റ് ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെ സ്റ്റെബിലിറ്റീൻ്റെ കാര്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും കൊണ്ടാണ് ഫോൺ മാനുഫാക്ചർ ചെയ്തേക്കുന്നുള്ള എന്തായാലും അതിൻ്റെ സ്പെക് ലിസ്റ്റൊക്കെ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്തേക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കൂടാതെ തന്നെ വേറെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കർ സെറ്റപ്പാണ്. ഇപ്പോൾ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന നേരത്ത് ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ അല്ലെങ്കിൽ മൂവിയൊക്കെ കാണുകയാണെങ്കിൽ മച്ച് ബെറ്റർ ഒരു സ്റ്റീരിയോ സ്പീക്കർ, ഒരു സറൗണ്ട് സൗണ്ട് പോലത്തെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ NFC സപ്പോർട്ട് ഉണ്ടോ നോക്കുക. ഒരു 30K 25 to above 30K above ഒരു ഫോൺസൊക്കെ നോക്കണം, അറ്റ്ലീസ്റ്റ് NFC സപ്പോർട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ആയിട്ട് പേയ്മെൻ്റ് ഒക്കെ ഫോൺ യൂസ് ചെയ്ത് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു NFC സപ്പോർട്ട് ഉള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ Wi-Fi 6, പിന്നെ ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് വേർഷൻ, ഇങ്ങനത്തെ കുറച്ച് മിസ്ലീനിയസ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അത് ഓരോ ഫോണിന് സബ്ജക്റ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ചില ഫോൺസിന് ഇപ്പോൾ 30K റേഞ്ചിലുള്ള ഫോൺ ചിലപ്പോൾ NFC ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ 40K ഉള്ള ഫോണിന് ഉണ്ടാകും. ആൻഡ് ബേസിക് ഫോൺസിൽ ചില പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ 30K ഉള്ള ഫോണിലുണ്ടാകും, അത് ചിലപ്പോൾ 60K ഉള്ളൊരു ഫോണിലേക്ക് ഉണ്ടാവണമെന്നില്ല. അതങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അതിങ്ങനെ ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്പ്ലേ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ HDR10 10-bit കളർ, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടിങ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇനി കണക്ടിവിറ്റി ഫീച്ചേഴ്സിന് 5G ബാൻഡ്സ്, അങ്ങനെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പെക് ലിസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണുള്ളത്. ഓരോ ഫോൺസിന് ഉണ്ടോ ഇല്ലയോ എന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കാർഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കാർഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് കാർഡ് യൂസ് ചെയ്യുന്നവരുടെ ഫോൺ യൂസ് ചെയ്ത് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും NFC സപ്പോർട്ട് വേണം. അപ്പോൾ അതങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയാസും റിക്വയർമെൻറ്റ്സ് ഒക്കെ ഒന്ന് കമ്പയർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യങ്ങൾ. അതായത് ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഏതാണ്, പ്രോസസ്സർ ഏതാണ്, റാം ഏതാണ്, ഇനി സ്റ്റോറേജ് എത്രയുണ്ട്, ആ സ്റ്റോറേജ് ഏത് ടൈപ്പാണ്, അതേപോലെ തന്നെ എന്താണ് ഈ ഫോണിൻ്റെ ബിൽഡ്, ലൈക്ക് ഏത് അലൂമിനിയം ബിൽഡാണോ സ്റ്റെയിൻലെസ് സ്റ്റീലാണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ സെൻസേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നിങ്ങൾ ബേസിക്കായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ഈ ഓരോരോ കാര്യങ്ങളെ പറ്റി ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ കുറേ റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ഡിഫറെൻറ്റ് ആൾക്കാരുടെ റിവ്യൂ വീഡിയോ എങ്കിലും കാണുക. പിന്നെ ക്യാമറേൻ്റെ ഒരു പെർഫോമൻസിനെ നമ്മൾക്കൊരു ബെഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി ക്യാമറ സാമ്പിൾസ്, അൺഎഡിറ്റഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ക്യാമറ സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു പർച്ചേസ് ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് അതിൽ വേറെ വീഡിയോ വീണ്ടും കാണാം.